നേരെ ഇരുന്ന് ഇത്തിരി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഒരു പതിവ് രീതിയിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറിയിട്ട് ഒരു യോഗ പോസ്റ്റ് എന്നൊക്കെ പറയുന്നൊരു സംഭവത്തിൽ ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി കുഞ്ഞു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നീ എന്നെ അറിയണമേ, വേറെ ഒന്നുമില്ല. എല്ലാ പാരമ്പര്യങ്ങളും ആ പ്രാർത്ഥനയുണ്ട്. നീ എന്നെ അറിയുമോ? കണ്ണുപൂട്ടി പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും വാതിലടക്കുക, അകത്തുള്ള ആളെ കേൾക്കുക. അങ്ങനെ യേശു പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോലും കടപ്പുറത്തെ വീടുകൾക്ക് വാതിലില്ല. അതിൻ്റെ അർത്ഥം ഷട്ട് യുവർ സെൻസസ് ആൻഡ് പ്രേ. ക്രിസ്തുവാകാനുള്ള സാധ്യതയാണെന്ന് മാത്രം ഓർത്തുകൊള്ളുക. Your possibility is Christ. Your possibility is Christ. അഞ്ച് കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്നവയ്ക്ക് പിന്നില്ലാതെ പോകുന്ന സ്നേഹം, ശക്തമായ അഹം, ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണുള്ള തെറ്റിദ്ധാരണ, അഞ്ചില്ലാതെ പോകുന്ന നീതിബോധം, തിരുത്ത്, ഒരേ പരുക്ക്, ഒരേ ഭാഷ, ഒരേ അവബോധം. ബുദ്ധിമുട്ടില്ലെങ്കിൽ കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വന്തം മിടിപ്പിനെ ഒന്ന് തൊട്ട്. കാരണം നമ്മൾ ശ്വസിക്കുന്നതാണ് നമ്മുടെ മിടിപ്പ്. വി ബ്രീത്ത് ലവ് ആൻഡ് ദെർഫോർ നമ്മുടെ മിടിപ്പുകളൊക്കെ സ്നേഹമാവും. യേശുവിലായിരിക്കുക എന്ന് പറയുന്ന അർത്ഥം അതാണ്. നമ്മുടെ മിടിപ്പിനെ തൊട്ട് ഒന്ന് കണ്ണുകൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, യാത്രയുടെ ഒടുവിൽ അങ്ങയുടെ അങ്കണത്തിലെത്തുമ്പോൾ സത്യമായിട്ടും അങ്ങനെ തിരിച്ചറിയണമേ. പറഞ്ഞതൊക്കെ നിന്റെ വാക്ക് പുലർത്തിയത് നിന്റെ അവബോധം അടിമുടി പരുക്ക്. ഞാൻ പതുക്കെ അങ്ങാവുകയാണ്. ഞാൻ പതുക്കെ അങ്ങാവുകയാണ്. പത്രോസിനെ ഒരു പരിചാരിക തിരിച്ചറിയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, നീ അവനോടൊപ്പമാണ്, കാരണം നിന്റെ ഭാഷ അതുപോലെയാണ്. അത് വാസ്തവത്തിൽ പീറ്ററിനുള്ള കോംപ്ലിമെൻ്റാണ്. കുറേ കാലം കൂടെ നടക്കുമ്പോൾ ആ ഭാഷയൊക്കെ ഒന്നാവും. മേരി ഓർമ്മിക്കാം. നന്മറിഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവ് എൻ്റെ ബോധത്തെയും പുത്രൻ എൻ്റെ സ്നേഹത്തെയും
പരിശുദ്ധാത്മാവ് എൻ്റെ ക്ലേശത്തെയും പ്രകാശിപ്പിക്കും. ആമേൻ. അടുത്തിരിക്കുന്നവരിൽ ആ യേശു അംശത്തെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ഈശോ മിശിഹായ്ക്ക് സ്തുതി പറയാം. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്.